السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. صدق الله العلي العظيم. നമ്മൾ നോമ്പിന് ശേഷം ആമന റസൂലാണ് തുടങ്ങിയത്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തും സൂറത്തുൽ ബഖറയിൽ ചർച്ച ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും സാരാംശ പ്രകാശനവും ജീവിതത്തിൽ പൈശാചിക ദുസ്വാധീനത്തെ തടുക്കാനുള്ള വജ്രപരിചയമൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആയത്തുൽ കുർസിന് ശേഷം ആമന റസൂൽ ചർച്ചക്കെടുത്തത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി, അതാണ് നമ്മൾ പറഞ്ഞെത്തിയത്. പിന്നെ വഖാലു സമിഅനാ വഅതഅന, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. ആമന റസൂൽ മിഅ്റാജിന്റെ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല കേൾപ്പിച്ച് ഇറക്കിക്കൊടുത്തതാണ് എന്ന് പ്രബലമായ അഭിപ്രായം. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് ഹബീബാ നബിയോട് പുകഴ്ത്തി പറയുകയാണ്. അവരുടെ അവസ്ഥ വഖാലു, അവർ പറയും സമിഅനാ വഅതഅന, ഇതാണ് അവരുടെ മാനസികാവസ്ഥ. അല്ലാഹു റസൂല് എന്ത് പറഞ്ഞാലും സമിഅനാ വഅതഅന, അതാണ്. ഇതിൽ നിന്ന് മുസ്ലിമീങ്ങൾ വേലിയാടി പോയതുകൊണ്ടാണ് എക്സ് മുസ്ലിമീങ്ങൾ അധികരിക്കുന്നത്. സത്യത്തിൽ അള്ളാഹും അവന്റെ റസൂൽ എന്ത് പറഞ്ഞാലും അതിൽ ബുദ്ധിപരമായിരിക്കും, ശരീരത്തിന് ഗുണമായിരിക്കും, ആത്മാവിന് പ്രകാശമായിരിക്കും. പക്ഷെ എല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം നമ്മുടെ ബുദ്ധി പരിമിതമാണ്. നമ്മുടെ കാഴ്ചക്ക് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട്, ബുദ്ധിക്കും പരിധിയുണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് അറിഞ്ഞോളുന്നില്ല. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു എന്ന് തീരുമാനമായാൽ, ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് തീരുമാനമായാൽ സമയന വാത്തോയന, സമയന ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു, വാത്തോയന ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അതാണ് ഈ മാനസിക അവസ്ഥയിലേക്ക് വിശ്വാസി ഉയരണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. ഖുർആന. നിങ്ങളെ ഒരു വിഷയത്തിൽ വിധികർത്താവായിട്ട് അവര് തീരുമാനാക്കി നിങ്ങൾ പറയുന്ന വിധിയെ അവർ അംഗീകരിക്കുകയും, പിന്നെ ഖുർആൻ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം, സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, നിങ്ങൾ തീരുമാനമെടുത്ത വിഷയത്തിൽ അവരുടെ ഹൃദയത്തിന് ഒരു കുഴപ്പമില്ലാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുണ്ടല്ലോ ദീന, അങ്ങനെ ഒരു മുണങ്ങലുണ്ട്. അങ്ങനെ ഹദീസ് ഉണ്ടോ? എന്നാ ഞാൻ സ്വീകരിച്ചു, പറ്റൂല. ഇപ്പൊ കൊറേ അങ്ങനെയാണ്, അങ്ങനെ ഹദീസ് ഉണ്ടോ? പണ്ടാറടക്കാനൊന്നും പറയില്ലാന്ന് മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യരുത്. മനസ്സിൽ ചൊറിച്ചിലുണ്ടാവരുത്. റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അവിടെ നിന്നു. അതാണ് ഇത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞ പിന്നെ ഒന്നുമില്ല. നമ്മൾ ഖത്താബ് ആരാ? ആരും പേടിയില്ല, എല്ലാവർക്കും അവരും പേടിയാണ്. ഒരിക്കൽ രാത്രി ഇങ്ങനെ അടക്കുമ്പോ ഒരു പറയുന്ന തമ്മാടിത്തരം പാട്ട്, വളരെ മ്ലേച്ഛമായ അശ്ലീലത കലർന്നുള്ള പാട്ട് കേൾക്കുക. നമ്മൾ നാട്ടിലെ ഗാനമേളമായി മഹത്താൻ ദേഷ്യം പിടിച്ച് രാത്രി ഇങ്ങനെ കറങ്ങുന്ന ഒരു പരിപാടി വിൽക്കുന്നുണ്ട്. നോക്കുമ്പോ ഒരു പരന്റെ ഉള്ളതാണ്, വലിയൊരു മതിലുണ്ട്. ആ മതിലെടുത്ത് ആടി ആ പരന്റെ വാതിലിൽ മുട്ടി. അർദ്ധരാത്രിയാണിത്. തുറന്നു നോക്കുമ്പോ പാട്ട് മാത്രമല്ല, കള്ളും കുടിച്ചുകൊണ്ടാ പാടുന്നത്. ഞാൻ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഖത്താബിന്റെ ശ്രദ്ധയിലാ വീടുന്നത്. കള്ളും കുടിച്ചുകൊണ്ട് പാട്ട്. അപ്പൊ നമ്മൾ ഖത്താബിനെ കണ്ടപ്പോ അയാൾ വിറച്ചു. പക്ഷെ അയാൾക്കറിയാം അള്ളാന്റെ റസൂലിന്റെ ഒരു തീരുമാനം ഉമറിനോട് പറഞ്ഞ ഉമർ പിന്നെ അനുകൂലാന്ന്. ആർക്ക്? കള്ളുടിയെന്ന് അറിയാം. ഖത്താബ് എന്താടാ ഇതെന്ന് വെച്ചു. അപ്പൊ ഇയാള് കൂളായി പറഞ്ഞു, ഞാൻ ചെയ്ത ഒരു തെറ്റാണ്, ഞാൻ സമ്മതിച്ചു, എങ്കിലും തർക്കമൊന്നുമില്ല, ഞാൻ ചെയ്ത തെറ്റന്നെയാണ്. ഈ സമയത്ത് കള്ളുടിച്ചിട്ട് ഒരു സമയത്തും കള്ളുടിക്കാൻ പാടില്ല, അതിന് പുറത്ത് ഈ സമയത്ത് ഈ പാട്ടും അടിയും ശരിയല്ല, ഞാൻ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ 3 ചെയ്തു.
അള്ളാഹിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് നിങ്ങളിപ്പോ 3 തെറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ ഖത്താബ് എന്താന്ന് വെച്ച് ഒരു മനുഷ്യന്റെ പരിക്ക് വരുമ്പോ സമ്മല്യ വരാൻ പാടുണ്ടോ ചോദ്യമല്ലേ? എന്റെ പേരാണ് ദീക്ക് നിങ്ങളും ബാതിൽ പൊളിച്ചു വരാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? ഖുർആൻ എന്താ പറഞ്ഞോ വെച്ചു കള്ളുടിയാനപ്പൊ ചോദിക്കണം. ഖുർആൻ എന്താ പറഞ്ഞിക്കണെന്ന് വെച്ചു സമയമില്ലാതെ പൊരയ്ക്ക് കയറരുത് നോക്കരുത് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്താ എന്റെ പൊരയ്ക്ക് കയറി കയറാൻ കാരണം? പിന്നെ എന്റെ മതിൽമ കൂടി എടുത്ത് ചാടിയില്ലേ? നിങ്ങൾക്ക് പറ്റണാണോ? അപ്പൊ ഞാൻ ചെയ്ത ഒരു തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്ത 3 തെറ്റാന്ന് പറഞ്ഞു. പൊട്ടിയുണ്ട് കരഞ്ഞു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് കൈയടിച്ച് പറഞ്ഞു പൊരുത്തപ്പെടണം. വക്കാന വക്കാഫൻ, അള്ളാന്റെ തീരുമാനത്തിൽ ബ്രേക്ക് ഇടുന്ന ആളാ ഖത്താബ്. എന്താ ജിന്നോട് അങ്ങനെയാണ് പറയാന് എന്നൊരു തച്ചില്ല. അതിന് കഴിയാത്ത ആളാണോ അമീർ? അല്ല. ഇതിങ്ങനെ കേട്ടപ്പോ പേടിയായി. കാരണം ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഭാഗം മനസ്സിലാക്കണം. സമിഅനാ വ അത്വഅനാ, അവിടെ ചൊറിച്ചിലും കൂടി ഉണ്ടാവരുത്. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സമീന ചെവിടോണ്ട് കേട്ടു എന്നല്ല അതിന്റെ വായന. ചെവിടോണ്ട് ഇപ്പൊ എല്ലാരും കേൾക്കൂലെ? ഖുർആനിലുണ്ട് ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ്സമ വഹു ഷഹീദ് എന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുണപാഠമാണ്. ലിമൻ ഒരുത്തന് കാന ലഹു ഖൽബുൻ, ഓന് കൽബുണ്ട്. കൽബില്ലാത്ത ആരാള്? ഇതൊക്കെ സ്വീകരിക്കാൻ പാകമുള്ള ഒരു കൽബുണ്ട് എന്നാണ് പറഞ്ഞത്. കൽബില്ലാത്ത ആരുമില്ലല്ലോ. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കല്ലന്നാ. അതാണ് അവർക്ക് കണ്ണുണ്ട്, പക്ഷെ അവർ കാണൂല എന്ന് പറഞ്ഞാൽ കണ്ണുള്ളവരൊക്കെ കാണൂലേ? കാണേണ്ടത് കാണൂല. അവർക്ക് ചെവിടുണ്ട്, കേൾക്കൂല പറഞ്ഞാൽ കേൾക്കേണ്ടത് കേൾക്കൂല. അവർക്ക് കൽബുണ്ട്, ചിന്തിക്കൂല പറഞ്ഞാൽ ചിന്തിക്കേണ്ട ചിന്തിക്കൂല. അപ്പൊ കൽബോണ്ട് ചിന്തിക്കാൻ പറ്റുമെന്നൊക്കെ യുക്തിവാദികൾ കളിയാക്കുന്ന കാലാണ്. കൽബോണ്ട് തന്നെ ചിന്തിക്കുന്നത്, തൽശോറുകൊണ്ട് മാത്രമൊന്നുമല്ല. ഇപ്പൊ പുതിയ സയൻസിലെ ഗവേഷണങ്ങൾ പോകുന്നത് ചെസ്റ്റിൽ വേറെ ബ്രെയിൻ ഉണ്ട് എന്നുള്ളടത്ത്. ഞാനത് വല്ലാതെ താങ്ങിയിട്ട് എടുത്ത് പറയല്ല, കാരണം അവരെ മാറ്റി നമ്മൾ അബദ്ധത്തിലാവും. നമ്മൾ പറയുന്നത് കൽബ് എന്നത് ഖുർആനിൽ പറഞ്ഞത് കേവലം നമ്മൾ കാണുന്ന ചെസ്റ്റ് എന്ന അർത്ഥത്തിലല്ല. ആ അർത്ഥത്തിലല്ല ലഹും ഖുലൂബ് എന്നുള്ള കൽബ്. പിന്നെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു ഹൃദയമുണ്ട്, അത് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പം മനുഷ്യന് കൽബുണ്ടായ പോരാ, ചിന്തിക്കണം. ചെകിടുണ്ടായ പോരാ, കേൾക്കണം. കണ്ണുണ്ടായ പോരാ, കാണണം. വഖാലു, അവര് പറയും സമിഅനാ, ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചെകിട് കൊണ്ട് കേട്ടനുസരിച്ചിരിക്കുന്നു. വഅത്വഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. നിന്റെ തീരുമാനത്തെ ഞങ്ങൾ ലവലേശം പ്രയാസമില്ലാതെ അല്ലെങ്കിൽ സംശയമില്ലാതെ നീ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളവിടെ ബ്രേക്ക് ഇടും, ഞങ്ങളവിടെ കൊള്ളി മുറിഞ്ഞ് വീണു പോകും, ഞങ്ങളുടെ ആയുധം താഴെ വെച്ച് കീഴടങ്ങും. ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു റബ്ബേ. ഇതാണ് മുഅ്മിനീങ്ങളുടെ മാനസികാവസ്ഥ എന്ന് മുത്തുനബിക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കണം. ഇവിടെ എത്തിയപ്പോ ഇത് മിറാജിന്റെ സമയത്താണ് ഈ ആയത്തിട്ട. നബി ഇസ്ലാം പറഞ്ഞു, മുത്തുനബിയെ ഇനി ഇങ്ങക്ക് പറയാനുള്ള നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാണ് പിന്നുള്ളത്, ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. യാ അല്ലാഹ്, ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. ഇതുവരെ റസൂലുള്ളാഹിനെയും മുഅ്മിനീങ്ങളും പുകഴ്ത്തി 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 അള്ളങ്ങനെ പറഞ്ഞപ്പോ പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ തിരിച്ചു പറയാനുള്ളത്, നിന്നോട് നമ്മൾ പൊറുക്കലിന് ചോദിക്കണം റബ്ബേ. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്ക് തന്നെയാണ് നമ്മളെ മടക്കം റബ്ബേ. ഇതൊരു മുഅ്മിനീന്റെ മാനസികാവസ്ഥയാണ്. ഇതിന് ആര് പെടൂല എന്നറിയോ? എന്നോട് തന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സത്യം പറയാം ഉസ്താദെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എന്താണ് അള്ളാഹ് എന്നെ എങ്ങനെ പരീക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. പറയരുത്, ഒരിക്കലും പറയരുത്. ഒഫ്രാനക്ക, മനുഷ്യന്റെ ഒരവസ്ഥ എപ്പോഴും ഇതാണ്. അത് നബിയാണെങ്കിൽ പോലും അവരുടെ മാനസികാവസ്ഥ അങ്ങനെ. ഒഫ്രാനക്ക എന്താ ഇതിന്റെ അർത്ഥം? നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ നമുക്ക് ചെയ്തെന്ന നിയമത്തുകളെല്ലാം കൂടി ചിന്തിച്ച് തിരിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് നിനക്ക് വരുന്ന ശുക്ർ കണക്കൂട്ടിയാൽ ഞങ്ങൾ എപ്പോഴും അടിയിലാണ്, ചളിയിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ പുറത്ത് തന്നെ റബ്ബേ, ഇതല്ലാതെ വേറെ ഒന്നും എന്നോട് പറയല്ല. അല്ല നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെ പരീക്ഷ? അത് ഈമാന് യോജിച്ചത് വാക്കേ അല്ല. ഇതിപ്പോ എല്ലാരും പറയുന്നുണ്ട്.
നാളെ പൊന്നാനി ഭാഗത്തുനിന്ന് ഒരാളെ കാലുളുക്കിയിട്ട് ആക്സിഡന്റ് ആയിട്ട് ആൾക്ക് കമ്പി ഇട്ടിട്ട് നീരെടുത്ത് മുട്ടിക്കണം. അപ്പൊ ഇയാൾ എന്നോടൊന്നും പറയാണ്, ഞാൻ എന്ത് തെറ്റിയിട്ടാണ് അല്ല ഇങ്ങനെ എന്നെ പരീക്ഷിക്കണം എനിക്കറിയില്ല. ഇപ്പം കള്ളുടിയാനാന്ന് എനിക്കറിയാം, ഈ പറഞ്ഞോ കള്ളുടിയാനാന്ന് എനിക്കറിയാം. എന്നിട്ട് ഓനാ പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അല്ല ഇങ്ങനെ എന്നെ പരീക്ഷിക്കണം എന്ന് എനിക്കറിയില്ല. ആര്? കള്ളുടിയാൻ. അല്ലെങ്കിൽ ഈ പരീക്ഷണത്തിന് തെറ്റുണ്ടായിക്കൊള്ളണമെന്നില്ല, അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മളെ അടിയിൽ അള്ള മേലെയല്ലേ. കാരണം കണക്കൂട്ടിയാൽ നിയമത്തുകളൊക്കെ കൂടി ഇങ്ങോട്ട് കണക്കൂട്ടുക. നമ്മൾ ചെയ്യുന്ന ശുക്ർ, നമ്മളെ ശുക്രനിപ്പോ ആകെ ഈ നിസ്കാരം നോമ്പുതൊക്കെ അല്ല, അത് ആകെ ചളിയും മണ്ണും അല്ല ഉള്ളത്. നമ്മള് വീട്ടിക്ക് വരുന്ന അതിഥിക്ക് കൊടുത്ത ചോറിൽ ആകെ എല്ലും മുള്ളും കല്ലും ഉള്ളത്. എന്നിട്ടാ പറയും ഞാൻ എന്ത് ചെയ്ത് അവനക്ക് തിന്നാൻ കൊടുത്തില്ലേ. നമ്മൾ കൊടുക്കുന്ന നിസ്കാരത്തിന്റെ കഥ അതുപോലെയാണ്. നമ്മള് തെറ്റുകളുടെ പുഴയിലുള്ളത്. നമുക്ക് എപ്പോഴും ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീറേ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ എപ്പോഴും അതിന്റെ ആളുകളാണ്. തെറ്റ് ചെയ്യാത്തവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊക്കെ സയ്യിദ്നാ യൂസുഫ് അലൈഹിസ്സലാം, ഇവിടെ വലിയ ഗുണമുണ്ട് കേട്ടോ. സൂറത്ത് യൂസുഫ് നമുക്ക് ഒരു ദിവസം പഠിക്കണം ഇൻഷാ അല്ലാഹ് തൗഫീഖ് ആയിട്ട്. ഭയങ്കര രസമാണ്, ഭയങ്കര പാഠമാണ്. ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ട്. സൂറത്ത് സുലൈമാൻ, സൂറത്ത് നൂഹ്, സൂറത്ത് മുഹമ്മദ്, സൂറത്ത് ഇബ്രാഹിം ഒക്കെ. പക്ഷെ അതിലൊക്കെ ഈ അമ്പിയാക്കളുടെ കഥ മാത്രമല്ല, വേറെ കുറെ വിഷയങ്ങളെ ഇടയിൽ അവരുടെ ചരിത്രം പറയുന്നുണ്ട് എന്ന് മാത്രം. സൂറത്ത് യൂസുഫ്, ആ സൂറത്തിൽ യൂസുഫ് അലൈഹി സ്വലാമിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഭയങ്കര പാഠമാണ്. ഞാൻ ആ ആയത്തുകൾ പോകില്ല, അതിൽ ചെറിയ ഒരു സന്ദേശം പറയാം. യൂസുഫ് അലൈഹി സ്വലാമിനെ കാക്കാരൊക്കെ കൂടി കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ട്, ആ ചരിത്രം പറഞ്ഞു. അതിൽക്കൂടെ പോകുന്ന യാത്രക്കാര് വെള്ളം കുടിക്കാൻ ദാഹിച്ചപ്പോ വെള്ളം എടുക്കുന്ന ആളുകളെ മുക്കാൻ വേണ്ടിയിട്ട് കിണറ്റിക്ക് പറഞ്ഞു. അതുപോലെ പാട്ടിട്ടു, നല്ല കനുണ്ട്, പിടിച്ച് കയറ്റി വെക്കുമ്പോ വെള്ളമല്ല മനുഷ്യക്കുട്ടി. അതിലിവര് രണ്ടാളും കൂടി പറഞ്ഞു, നമ്മൾ മെല്ലെ കൊണ്ടുപോയി വിൽക്കുക, ഓല അറിയണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇപ്പൊ യൂസുഫ് അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി വിൽക്കുന്നത്. കൂടുതലുള്ളവരെ അറിയണ്ട, പൈസ ഓൽക്കും കൊടുക്കേണ്ടി വരും. നമ്മൾ മെല്ലെ മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കുക, എന്നിട്ട് സ്വകാര്യമായിട്ട് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് വിറ്റ് ചെറിയ പൈസ. അവിടേക്ക് മിസ്ർ ഭരിക്കണ രാജൻ വരികയാണ്. കുട്ടീനെ കണ്ടപ്പോ നല്ല ചൊങ്കനായ കുട്ടിയാവും. ഭാര്യനോട് പറഞ്ഞു, നമ്മൾ കൊണ്ടുപോയി വളർത്തിയാൽ മുതലാവും. പൈസ കൊടുത്ത് വാങ്ങി പൊരയിലിട്ട് വളർത്തിയപ്പോ പെമ്പറുന്നോൾക്ക് അതിനോട് ഭയങ്കര പെണ്ണുങ്ങളെ അവസ്ഥ അല്ലേ. ഇതിന്റെ ഗ്ലാമറും സംസാരവും ചേലും കോലും വടിവത്ത് ആകാര സൗഷ്ഠവമായ ഒക്കെ കൂടി കണ്ടപ്പോ ഓൾക്കൊരു ഇക്കിളി. പെമ്പറുന്നോള് കുട്ടിനെ പ്രേമിച്ചു. പിന്നെ നടന്ന എന്താ വെച്ചാൽ അവസാനം കുട്ടിനെ വശീകരിച്ചിട്ട് ഖുർആൻ പറയണത് അകലക്കത്ത് വാതിലാണ്ട് അടച്ചു. വാതിലടച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാതിലേക്ക് അടക്കണേനല്ല പറയാ, കുറ്റിട്ടു എന്നാണ്. ശരിക്കും പൂട്ടി, വാതിലിട്ട് പൂട്ടി. ഇപ്പൊ റൂമിൽ അവർ രണ്ടാളും മാത്രമാണ്. എന്നിട്ട് ഇങ്ങനെ നടപ്പിലാക്കാൻ പറഞ്ഞു. അതിൽ ചെറുപ്പക്കാരാകെ ബേജാറായി. ഒരൊറ്റ ഓട്ട. ഈ എടുക്കാ ഓടണ്, വാതിൽ പൂട്ടിക്കണിഞ്ഞ എടുക്കാ ഓടണ്. അവിടെ ഒന്ന് ചിന്തിക്കണം, ചരിത്രം പറഞ്ഞു പോലെ ചിന്തിക്കണം. നിങ്ങളിപ്പോ ഇതിന്റെ ഉള്ളില് ഒരാളിട്ട് മെളല കൂട്ടി, ഇയാളെ എവിടേക്കയ്യോ ഓടുന്നത്. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാകലോ, നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യാം. അപ്പൊ അള്ളാഹു തആല നമ്മളെ സഹായിക്കും. ആ ധൈര്യത്തിലാണ് ഈ ഓടുന്നത്. ഓടിയപ്പോ വാതിൽ അള്ളാഹ് തുറന്നു കൊടുത്തു. ചാവിയില്ല, ഒരു മനുഷ്യന് തുറക്കാനും വന്നിട്ടില്ല. കൂട്ടങ്ങോട്ട് പൊട്ടിയിട്ട് വാതിലങ്ങോട്ട് തുറന്നു. ഞാൻ പറയണത് അവിടെയല്ല കേട്ടോ, അവിടുന്ന് പോണം. അവസാനം ആ ചരിത്രം കുറെ ഉണ്ട്, ഞാൻ അവസാനം പറയാം. അവസാനം ജയിലിൽ കൊണ്ടുപോയിടേണ്ട അവസ്ഥ വന്നു. പെണ്ണിന്റെ പരാതി കൊണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കണ്ടാരോ, ഇക്കാലത്തിനടക്ക് ഒരു ദിവസം പോലും യൂസുഫ് അലൈഹി ഇസ്ലാം ഞാൻ എന്ത് ചെയ്തത്, എന്തിനാ ഞാൻ ജയിലിൽ കിടക്കുന്നത് ചിന്തിച്ചില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ കിണറ്റ് പോയി വീണത് ചിന്തിച്ചില്ല. പടച്ചവനെ ഞാൻ എനിക്ക് എന്ത് ചെയ്തത്, എന്തിനാ എന്നെ മാർക്കറ്റിൽ ഒരു അടിമയായിട്ട് കൊണ്ടുപോയി വിറ്റത് ചിന്തിച്ചില്ല. 11 കൊല്ലം ജയിലിൽ കിടന്ന്. അക്കാലത്തിനടക്ക് ജയിലിൽ കിടക്കുമ്പോഴെങ്കിലും ജയിൽ പുള്ളികൾ പരസ്പരം സംസാരിക്കും. എന്നിട്ട് പറയും ഞാൻ നിരപരാധിയാണ്. ആ ഹംക്കുകളൊക്കെ കൂടി ഇന്നെ കിണറ്റ് കൊണ്ടുപോയിട്ട് പിന്നെ ഇന്ന മാർക്കറ്റിൽ നിന്ന് രാജാവ് ഇങ്ങനെയൊക്കെ കഥ പറയില്ല. ഒന്നും പറയില്ല. കുടുംബത്തിനെ കുറ്റം പറഞ്ഞതേ ഇല്ല, ഒന്നും പറയില്ല. പിന്നെ ഇറങ്ങിപ്പോണ 1-2 ആളുകളോട് പറഞ്ഞു നമ്മളെ കാര്യം രാജാവിനോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല, ഒരാളെയും കുറ്റം പറയില്ല. ഇനി ഒക്കെ കഴിഞ്ഞിട്ട് യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞ ഒരു വർത്താനം ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. കിണറ്റിൽ വീണു, മാർക്കറ്റിലെത്തി, അടിമയായി ജീവിച്ചു, ജയിലിൽ പോയി. ഈ സമയത്ത് യൂസുഫ് എന്ന ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ, ഞാൻ എന്നെ നന്നാക്കണില്ല എന്നാ പറഞ്ഞേ. ഇതിനൊക്കെ കാരണം എന്റെ അടുത്ത് ഉണ്ടാവുന്നു. എന്ത് കാരണമുള്ളത്? ഒരു കാരണവുമില്ല.
വമാ ഉബരിഉ നഫ്സി, നമ്മള് പറഞ്ഞതിന് നേരെ എതിരെ. നമ്മള് പറഞ്ഞ എന്താ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ പടച്ചോനെ ഇങ്ങനെ പരീക്ഷിക്കണമെന്ന്. അതിന് നേരെ എതിരെ ഒരു തെറ്റും ചെയ്യാത്ത ഈ ചെറുപ്പക്കാരൻ പറയാം, വമാ ഉബരിഉ നഫ്സി, എന്റെ ശരീരത്തിന്റെ നഫ്സിനെ ഞാൻ നന്നാക്കണമെന്നില്ല, ഞാൻ നല്ല പിള്ള ചമയണില്ല. കാരണം ഇന്ന നഫ്സൽ അമ്മാറത്തും ബിസൂ, മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അവനോട് ചീത്ത കാര്യം പ്രേരിപ്പിക്കും, പറയും. അപ്പൊ ഇതിനൊക്കെ എന്റെ അടുത്ത് കുഴപ്പമുണ്ടാവുന്നു. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ മാനസികാവസ്ഥ എപ്പോഴും എന്റെ അടുത്ത് കുഴപ്പമുണ്ട് എന്ന് പറയലാണ്. ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. ഈ രണ്ട് ചെറിയ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ, എന്റെ മനസ്സിൽ എന്നും തങ്ങിക്കണം. എന്ത് പരീക്ഷണം വന്നാലും ഈ വാക്ക് മേലാൽ ഉപയോഗിക്കരുത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചോനെ എനിക്കിത് സംഭവിച്ചത്? അതിനൊരു സൂചന ഉണ്ട്. ഞാനൊരു തെറ്റും ചെയ്തില്ല, ചെയ്തത് ഇന്ന് മാന അങ്ങനെയല്ലേ വരിക. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ അവസ്ഥയിൽ വന്നത് എന്ന് പറഞ്ഞാല് അപ്പുറത്ത് വേറെ ആളുണ്ട്, തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, അപ്പൊ ചെയ്തിക്കണ ആരാ? വാക്യങ്ങളാണ്ട് പറഞ്ഞാലേ അങ്ങനല്ലേ വരിക. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പൊ പിന്നെ ചെയ്തത് ആരാ? അല്ലാഹ്ന്നല്ലേ വരിക. ഈ വാക്ക് പൊളിഞ്ഞു പോലെ ആ വാക്കുകൊണ്ട്. അതുകൊണ്ട് ഈ സദസ്സിൽ എന്നോട് ആരെങ്കിലും പറഞ്ഞിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വാക്ക്. നിസ്കാരത്തേമ്പുള്ള തൊപ്പിട്ട മനുഷ്യന്മാര് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തെറ്റും ഞാൻ ചെയ്തില്ല ഉസ്താദെ, പക്ഷെ ഞാൻ കടുത്ത പരീക്ഷണം. മേലാൽ ഉപയോഗിക്കരുത്. നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം? ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പടച്ചോനെ പറഞ്ഞും കേട്ടൊക്കെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ മനസ്സ് നിന്റെ മാരിഫത്തിന്റെ വേദിയാക്കണേ അല്ലാഹ്, മഹബത്തിന്റെ പാത്രമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആന്തരിക മാലിന്യങ്ങളിൽ നിന്നും ബാഹ്യമായ രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഹിദായത്തും ആഫിയത്തും നൽകണേ അല്ലാഹ്. ദീർഘായുസിന്റെ ത്വഅത്തിൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ മുതല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, കച്ചവടക്കാര്, കൂലിപ്പണിക്കാര്, പ്രവാസികൾ എല്ലാവരും ഉണ്ട്. കടലിലും കരയിലും അരച്ചാണ് വേറിന് വേണ്ടി കഷ്ടപ്പെട്ട് പട്ടിണി അകറ്റാൻ, മക്കളെ പോറ്റാൻ ഓടി നടക്കുന്നവരാണ്. എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളോ പ്രതിസന്ധിയോ പരീക്ഷണങ്ങളോ ഞങ്ങൾ അടിച്ചേൽപ്പിക്കല്ലേ അല്ലാഹ്. നിന്റെ ചാട്ടവാർ പ്രഹരം ഏൽക്കാൻ ഞങ്ങൾക്ക് തൊലിക്കട്ടിയില്ല അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഔദാര്യം തുറന്നു തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധഭീഷണിയുടെ തീജ്വാലയുടെ അശാന്തിനെ കെടുത്തിക്കളയണേ അല്ലാഹ്. പ്രവാസികളെ സലാമത്താക്കണേ അല്ലാഹ്. നിരപരാധികളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിരപരാധികളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കബറുകളിൽ കിടക്കുന്ന മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കൂട്ടുകുടുംബാതിരികൾ, ഉറ്റവർ, ഉടയവർ, അയൽവാസികൾ, വിശിഷ്യ ഈ പള്ളിയോട് ചുറ്റുഭാഗത്ത് അന്തിയുറങ്ങുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇതിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അവർക്കും അവരുടെ കൂടെയുള്ളവർക്കും ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്നായ ഹർമ്മകളിലേക്ക് ഒഴുകുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ എല്ലാവർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് മുറകൾക്കും മർളിയായ സിയാറത്തിനും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ പലവട്ടം അവിടെ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ തടസ്സങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.